Hi friends, welcome to my YouTube channel. നമ്മൾ പ്ലസ് ടുവിൽ ആലോ ആൽക്കെയിൻ ആൻഡ് ആലോ അലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ച് MCQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിത് രണ്ടാമത്തെ സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ നമ്മളൊരു 20-25 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. നമുക്ക് ഇവിടെയും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എടുക്കുന്ന ആലോ ആൽക്കെയിനെയും ആലോ അലൈനെയും ബേസ് ചെയ്തിട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൽ ഒരു കോമ്പൗണ്ട് നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എടുക്കുന്ന കോമ്പൗണ്ടിനെ ഡൈല്യൂട്ട് NaOH ആയിട്ട് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യുവാണ്. ആ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ എന്ത് ഫോം ചെയ്തൊരു അൺസ്റ്റേബിൾ കോമ്പൗണ്ടാണ് അവിടെ ഫോം ചെയ്തത്. അപ്പോൾ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്, ഇലക്ട്രോഫിലിക് ആണോ അല്ലെങ്കിൽ ബെൻസിലിക് ഇൻ്റർമീഡിയറ്റ് ആണോ, ആക്ടിവേറ്റഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണോ, SN1 റിയാക്ഷൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമുക്ക് ആ റിയാക്ഷൻ നമുക്ക് ആദ്യം എഴുതി നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ നമ്മളെടുക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ബെൻസീൻ റിംഗ്, Cl ഉണ്ട്, NO2, പിന്നെ അത് പാരാ പൊസിഷനിൽ NO2. ഈ എടുക്കുന്ന കോമ്പൗണ്ട് നമ്മൾ ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, ഒരു NaOH റിയാക്റ്റ് അവിടെ ചെയ്തു. ആ NaOH റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി, ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അത് ഇവിടെ എന്ത് വന്നു, Na വന്നു, പിന്നെ എന്തുവാണ് NO2 സെയിം, ഇവിടെയും NO2 തന്നെയാണ്. ഈ എടുക്കുന്ന കോമ്പൗണ്ട് വീണ്ടും നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു H+ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഈ Na പോയിട്ട് പകരം ബെൻസീൻ റിങ്ങിൻ്റെ അടുത്ത് എന്ത് ഫോം ചെയ്യും, ബെൻസീൻ റിങ്ങിൻ്റെ ONaയുടെ സ്ഥാനത്ത് അവിടെ എന്ത് ഫോം ചെയ്യും, OH. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാണ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് NO2, ഇവിടെ എന്തുമായിരിക്കും NO2 അവിടെ നടക്കും. അപ്പം ഇതാണ് അവിടെ നടക്കുന്നത് എന്തെന്ന് പറയുന്നത്, റിയാക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നടക്കുന്ന ഏതാണ്, ഈ എടുക്കുന്ന കോമ്പൗണ്ട് നമുക്ക് എടുക്കുന്ന ഒരു ആക്ടിവേറ്റഡ് ഏതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ് എന്ത് ചെയ്യുന്നത് അവിടെ നടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അപ്പം നോർമലി റിയാക്ഷൻ എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ റിയാക്ഷൻ നടക്കുന്നുണ്ടോ, ഒരു അഡീഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്, പിന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, എലിമിനേഷൻ റിയാക്ഷനും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തോ ന്യൂക്ലിയോഫിലിക് ആണ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വരുന്നത്. അപ്പോഴത്തെ ഏതാണ് ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ C ആണ് നമുക്ക് വരുന്ന ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ്. അപ്പം നമ്മൾ ഡിക്രീസിങ് ഓർഡറാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതൊക്കെയാണുള്ളത്, മെറ്റാനൈട്രോ ബ്രോമോ ബെൻസീൻ ഉണ്ട്, 2,4,6 ഏതാണ് ട്രൈ ബ്രോമോ ബെൻസീൻ ഉണ്ട്, പിന്നെ ഏതാണ് പാരാനൈട്രോ ബ്രോമോ ബെൻസീൻ, ലാസ്റ്റ് 2,4 ഡൈനൈട്രോ ബ്രോമോ ബെൻസീൻ. ഇങ്ങനെ 4 ഓപ്ഷനാണുള്ളത്. ഇതിൽ നമുക്ക് ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയാണ് നമുക്കവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞ കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആരായിരിക്കും, NO2 ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ ആരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദ റിയാക്ടിവിറ്റി ഡിക്രീസസ് ഏതാണ്, ആസ് ദ നമ്പർ ഓഫ് എന്താണ് NO2 ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു ഏതാണ് ബ്രോമിൻ. ഇനി ഇവിടെ നമ്മൾ നോക്കും നൈട്രോ ബെൻസീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈസ് ഹവർ ലെസ് റിയാക്റ്റീവ് ദാൻ ഏതാണ് പാരാനൈട്രോ ബെൻസീൻ. അപ്പോൾ കോമ്പൗണ്ട് നമ്മൾ ഓരോന്ന് വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആദ്യം നമ്മൾ നോക്കുന്ന ഏതാണ് NO2 ഗ്രൂപ്പും. അപ്പോൾ നമ്മളിവിടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ് NO2 ഗ്രൂപ്പും പിന്നെ നമ്മൾ ആരെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്, ബ്രോമിനെ. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദ റിയാക്ടിവിറ്റി എന്താണ് ഡിക്രീസസ് ആസ് എന്താണ് നമ്പർ ഓഫ് NO2 ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു ഏതാണ് ബ്രോമിൻ. അപ്പം ഈ NO2-നേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ് ആർക്കെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ബ്രോമിൻ. സെക്കൻഡ് കേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മെറ്റാനൈട്രോ ബെൻസീനും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് പാരാനൈട്രോ ബെൻസീനും നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അപ്പോഴും നമുക്കറിയാം ഏതാണ് ഹയസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും പാരാനൈട്രോ ബെൻസീൻ ആയിരിക്കും ഏതെന്ന് പറയുന്നത് റിയാക്ടിവിറ്റി വരുന്നത്. അപ്പോഴത്തേക്ക് എന്തുവാണ് ലാസ്റ്റ് മെറ്റാ പൊസിഷൻ എന്താണ്, കനോട്ട് സ്റ്റെബിലൈസ് ദി ഇൻ്റർമീഡിയറ്റ് ആണ്. അപ്പോഴത്തേക്ക് ആ എടുക്കുന്ന മെറ്റാ പൊസിഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് കനോട്ട് സ്റ്റെബിലൈസ് ദി ഇൻ്റർമീഡിയറ്റ് കാർബാനയോൺ ബൈ റെസനൻസ്. ഈ ഓർഡർ നമ്മളെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ കറക്റ്റ് ഓർഡർ വരുന്ന ഏതായിരിക്കും, നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ ബിക്കാണ് വരുന്ന ആൻസർ. അപ്പോഴത്തേക്ക് ഏതാണ്, അപ്പം 2,4,6 ഏതാണ് ട്രൈ നൈട്രോ ബ്രോമോ ബെൻസീനുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഏതാണ് അതിന് ശേഷം വരുമ്പോഴത്തേക്ക് ഏതാണ് 2,4 ഡൈനൈട്രോ ബ്രോമോ ബെൻസീനുണ്ട്. ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് വരുന്നത് പാരാനൈട്രോ ബ്രോമോ ബെൻസീൻ. ഏറ്റവും ലാസ്റ്റാണ് ഏത് വരുന്നത് മെറ്റാനൈട്രോ ബ്രോമോ ബെൻസീൻ.
അപ്പം ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്ന ഓർഡർ. അപ്പം എക്സ്പ്ലനേഷൻ വരുമ്പോഴത്തേക്കും റിയാക്ടിവിറ്റി ഡിക്രീസസ് ഏതാണ്, ദി നമ്പർ ഓഫ് NO2 ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു എന്താണ് ബ്രോമിൻ ഡിക്രീസ് ചെയ്യും. അപ്പം മെറ്റാനൈട്രോബെൻസീൻ ഈസ് എന്താണ് ഹവർ ലെസ് റിയാക്റ്റീവ് ദാൻ ദി പാരാനൈട്രോബെൻസീൻ സിൻസ് ദി NO2 ഗ്രൂപ്പ് അറ്റ് ദി മെറ്റാ പൊസിഷൻ എന്താണ് cannot stabilize the intermediate carbanion by the resin. സോ ദി നമ്മൾ ആൻസർ വരുമ്പോഴത്തേക്ക് ഏതാണ്, ഓപ്ഷൻ ബി ആണ് വരുന്ന ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തുവാണ്, ദ റിയാക്ഷൻ ഓഫ് ബെൻസൈൽ chloride with sodium cyanide followed by reduction with hydrogen in the presence of nickel gives. അപ്പം ഇവിടെ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കുന്നതാണ് കുറച്ച് സേഫ്. അപ്പോൾ എന്തുവാണ് നമ്മൾ നോക്കും, ബെൻസൈൽ ക്ലോറൈഡ് ആകുമ്പോഴത്തേക്ക് C6H5CH2Cl ഇതാണ് നമ്മൾ എടുക്കുന്ന ഇത് ബെൻസൈൽ ക്ലോറൈഡ്. അവിടെ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സോഡിയം സയനൈഡ് അല്ലേ, അപ്പോൾ NaCN റിയാക്ട് ചെയ്യും. അപ്പോഴത്തേക്ക് Cl പോയിട്ട് പകരം അവിടെ എന്ത് ഫോം ചെയ്യും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് C6H5 എന്താണ് CH2Cl പകരം അവിടെ എന്ത് വരുന്നു, CN അവിടെ വന്നു. ഇനി അവന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ് നിക്കൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹൈഡ്രജനെ ആഡ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ് നിക്കൽ. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ആര് തന്നെയായിട്ട് വരും നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഈ C6H5CH2 CN എന്ന് പറയുന്ന കോമ്പൗണ്ട് ആരായിട്ട് മാറും, വീണ്ടും CH2NH2 എന്ന് പറയുന്ന ഒരു അമീൻ അവിടെ ഫോം ചെയ്യും. അപ്പോൾ കിട്ടിയ കോമ്പൗണ്ട് ഏതാണ്, ബീറ്റ ഫീനൈൽ ഈത്തൈൽ അമീൻ അവിടെ ഫോം ചെയ്യും. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്, ഓപ്ഷൻ എ ആണ് വരുന്ന ആൻസർ. അപ്പം നമ്മൾക്ക് എന്താണ്, ബെൻസൈൽ ക്ലോറൈഡ് എടുക്കുക, സോഡിയം സയനൈഡ് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ബെൻസൈൽ സയനൈഡ് അവിടെ ഫോം ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, റിഡക്ഷൻ നടത്തും. അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടാണ് ഇത് ബീറ്റ ഫീനൈൽ ഈത്തൈൽ അമീൻ അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്, ഓപ്ഷൻ എ ആണ് വരുന്ന ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ സെറ്റ് ഓഫ് കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ദ റിയാക്ടിവിറ്റി ഓഫ് ഹാലജൻ ആറ്റം ഇൻ ദ അസെൻഡിങ് ഓർഡർ. അപ്പം ഇവിടെ നമ്മൾ കോമ്പൗണ്ട് ഉണ്ട്, അതിൽ ആ കോമ്പൗണ്ടെല്ലാം നമ്മൾ എന്താ റിയാക്ടിവിറ്റി അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ക്ലോറോബെൻസീൻ ഉണ്ട്, പിന്നെ ഏതാണ് വിനൈൽ ക്ലോറൈഡ്, ക്ലോറോ ഈതേൻ. പിന്നെ അടുത്ത ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്, ക്ലോറോ ഈതേന്, പിന്നെ ഏതാണ് ക്ലോറോബെൻസീൻ, പിന്നെ വിനൈൽ ക്ലോറൈഡ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ആരെയൊക്കെയാണ്, ക്ലോറോബെൻസീനും ഉണ്ട്, പിന്നെ ഏതാണ് വിനൈൽ ക്ലോറൈഡും ഉണ്ട്, പിന്നെ നോക്കുമ്പോഴത്തേക്ക് ക്ലോറോ ഈതൈനും ഉണ്ട്. അപ്പം ഈ ഓർഡർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് റിയാക്ടിവിറ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കുറവെന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കായിരിക്കും, ബെൻസൈൽ. കാരണം അവിടെ എന്ത് വരുന്നുണ്ടായിരിക്കും, ഒരു റെസണൻസ് സ്ട്രക്ചർ, ഫീനൽ റെസണൻസ് സ്ട്രക്ചർ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ, ഫോം ചെയ്യാൻ പറ്റും. അത് കാരണം ഈ എടുക്കുന്ന ക്ലോറോബെൻസീൻ എന്ന് പറയുന്ന ആളെന്തുമായിരിക്കും, ലീസ്റ്റ് റിയാക്റ്റീവ് ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഏതൊക്കെയാണ്, വിനൈൽ ക്ലോറൈഡും ഉണ്ടാവും, പിന്നെ ഏതാണ് ക്ലോറോബെൻസീനും ഉണ്ട്. ഈ രണ്ട് കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്, ഡ്യൂ ടു പോസിറ്റീവ് മീസോമെറിക് എഫക്റ്റ് കാരണം ഈ രണ്ട് ആൾക്കാരും ഏത് കോമ്പൗണ്ട്, വിനൈൽ ക്ലോറൈഡും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലോറോബെൻസീൻ എന്ന് പറയുന്നതാണ് ലെസ് റിയാക്റ്റീവാണ്. ഇപ്പം നമുക്ക് വിനൈൽ ക്ലോറൈഡിൻ്റെ മീൻസ് എന്താണ് സ്ട്രക്ചർ എഴുതി നോക്കാം. വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താണ്, CH2 പിന്നെ ഏതാണ് ഡബിൾ ബോണ്ട് CHCl, ഇതല്ലേ വിനൈൽ ക്ലോറൈഡ്. ഈ വിനൈൽ ക്ലോറൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരുന്നുണ്ടാവും, CH2 പിന്നെ ഏതാണ് സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് Cl ആണ് അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഫോം ചെയ്യുന്നത്. കാരണം ഇവിടെ എന്തുണ്ടായിരിക്കും, ഈ ക്ലോറിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ലോൺ പെയർ ഇലക്ട്രോണിൻ്റെ എന്ത് ചെയ്യും, മൂവ്മെൻറ്റ് കാരണം ഈ ഇരിക്കുന്ന കാർബൺ എന്ത് കാരണം, ഒരു പാർഷ്യലി നെഗറ്റീവും ഈ ക്ലോറിൻ എന്ത് ചാർജും വരും, ഒരു പാർഷ്യലി പോസിറ്റീവ്. അപ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്, മീസോമെറിക് എഫക്റ്റ് അവിടെ വരുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ ആരെ കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്ന ക്ലോറോബെൻസീൻ. അപ്പോൾ ക്ലോറോബെൻസീൻ ആകുമ്പോഴത്തേക്ക് ബെൻസീൻ റിങ്ങിൽ ആരുണ്ടാവും, ക്ലോറിൻ ആറ്റം ഉണ്ടാവും. ഇനി ഇവൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് അവിടെ വരുന്നത്, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബെൻസീൻ റിങ് ഇവിടെ എന്ത് ഫോം ചെയ്യുന്നത്, ഒരു ഡബിൾ ബോണ്ട് പിന്നെ ക്ലോറിൻ പ്ലസ്, ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് ഏത് സ്ട്രക്ചർ വരാം, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഡബിൾ ബോണ്ട് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് സ്ട്രക്ചർ വരാം. ഇങ്ങനെ ഒരു പോസിറ്റീവ് മീസോമെറിക് എഫക്റ്റ് കാരണം ഈ ഇരിക്കുന്ന ഏതൊക്കെ കോമ്പൗണ്ട്, വിനൈൽ ക്ലോറൈഡും പിന്നെ നോക്കുമ്പോഴത്തേക്ക് ബെൻസൈൽ അല്ലെങ്കിൽ ക്ലോറോബെൻസീൻ എന്താണ് ലെസ് റിയാക്റ്റീവ്. അപ്പോൾ ഹൈ റിയാക്റ്റീവ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആരായിരിക്കും, ഈ എടുക്കുന്ന ക്ലോറോ
ഈതേൻ. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് ഓപ്ഷൻ എ ആണ് വരുന്ന ആൻസർ. അപ്പോൾ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആരെ കൺസിഡർ ചെയ്യും, രണ്ട് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കും, വിനൈൽ ക്ലോറൈൻ്റെയും ഏതിൻ്റെയും ക്ലോറോബെൻസിൻ്റെയും. അവിടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ സ്ട്രക്ചർ എന്തോ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഏത് എഫക്റ്റ് കാണിക്കും, മീസോമറിക് എഫക്റ്റ് കാണിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ റിയാക്ടിവിറ്റി അവിടെ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ റിയാക്ടിവിറ്റി അവിടെ ഏറ്റവും കൂടുതലെന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്ലോറോ ഈതേനാണ് അടുത്തത്. അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് ഓപ്ഷൻ ഏത് ഓപ്ഷൻ എ ആണ് വരുന്ന ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ കോമ്പൗണ്ട് ഹാസ് ഏതാണ് വേപ്പർ ഡെൻസിറ്റി 29 ഓൺ വാർമിംഗ് വിത്ത് എ സൊല്യൂഷൻ ഓഫ് അയഡിൻ ഇൻ ആൽക്കലി, ഇറ്റ് ഗീവ്സ് എ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, ദ കോമ്പൗണ്ട് ഈസ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു കോമ്പൗണ്ട് വേപ്പർ ഡെൻസിറ്റി എത്ര 29 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ വാം ചെയ്യും വിത്ത് സൊല്യൂഷൻ അയഡിൻ ഇൻ ആൽക്കലി. അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും, ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ഒബ്സർവേഷൻ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെന്നറിയാമോ, CH3CO ആണ് ഇത് ആൻസർ. ഓപ്ഷൻ ബി ആണ് വരുന്ന ആൻസറായിട്ട് വരുന്നത്. നമുക്കപ്പോൾ അതിൻ്റെ മോളിക്കുലർ മാസ് വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ടായിരുന്നു, വേപ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ വേപ്പർ ഡെൻസിറ്റി ഓഫ് കോമ്പൗണ്ട് എത്രയായിരുന്നു, 29. അപ്പോൾ നമുക്കതിൻ്റെ എന്ത് കാണാം, മോളിക്കുലർ വെയിറ്റ് അവിടെ കാണാം. അപ്പോൾ മോളിക്കുലർ വെയിറ്റ് കാണാൻ നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, എന്തുവായിരുന്നു നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇരിക്കുന്ന വേപ്പർ ഡെൻസിറ്റിയെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കവിടെ എത്ര കിട്ടും, 58 അവിടെ കിട്ടും. അപ്പോൾ നമ്മളെടുക്കുന്ന കോമ്പൗണ്ട് മോളിക്കുലർ മാസ് അവിടെ എന്ത് വേണം, ഒരു 58 അവിടെ വേണം. അപ്പോൾ ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വേപ്പർ ഡെൻസിറ്റി അറിയായിരുന്നു 29. അപ്പോൾ അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് എത്ര കിട്ടി, 58. ഇനി നമ്മൾ അറിയേണ്ട കാര്യം, ദ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യും, ഈസ് ഫോംഡ് വിത്ത് ആൽക്കലൈൻ ഏതാണ്, അക്വസ് അയഡിൻ. അപ്പോൾ ഇവിടെ ഈ ഒരു എന്തുവാണ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തപ്പോൾ അത് ഏത് റിയാക്ഷനാണെന്ന് വെച്ചാൽ ഒരു ഐഡോഫോം ടെസ്റ്റാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അങ്ങനെ എന്താണ് ഒരു ഐഡോഫോം ടെസ്റ്റ് കാണിക്കണമെങ്കിൽ അവിടെ ഏതാണ് വരേണ്ടത്, ഒരു CO ഗ്രൂപ്പാണ് അവിടെ എന്ത് ചെയ്യേണ്ടത് വരേണ്ടത്. അപ്പം CO ഗ്രൂപ്പ്സ് ഏതാണ്, അപ്പോൾ ഈ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഓഫ് ഏതാണ്, ഐഡോഫോം. അപ്പം ഇവിടെ ഏത് ടെസ്റ്റ് കാണിക്കുന്നു, ഐഡോഫോം ടെസ്റ്റ് പോസിറ്റീവായിട്ട് വരണമെങ്കിൽ അവിടെ ഏത് വേണം, ഒരു CO ഗ്രൂപ്പ് അവിടെ വേണം. അങ്ങനെ CO ഗ്രൂപ്പ് വരണമെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ആരാണ് വരുന്നത്, CH3COCH3 ആണ് വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഓപ്ഷൻ ഏതാണ്, ബി ആണ് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ട മെത്തേഡ് എന്തായിരുന്നു, വേപ്പർ ഡെൻസിറ്റി നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, മോളിക്കുലർ വെയിറ്റ് കാണുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 58 കിട്ടി. 58 കിട്ടിയതിന് ശേഷം നമ്മൾ എന്താണ് അവിടുത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഫംഗ്ഷൻ ഗ്രൂപ്പായിട്ട് വരുന്നത്, CHO ഗ്രൂപ്പും ഉണ്ട്, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ഗ്രൂപ്പുണ്ട്, CO ഗ്രൂപ്പും ഉണ്ട്, ബ്രോമിൻ. ഇനി ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക് ഐഡോഫോം ടെസ്റ്റ് അവിടെ പോസിറ്റീവായിട്ട് വരികയാണ്. അപ്പോൾ ഐഡോഫോം ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പോസിറ്റീവായിട്ട് വരുമ്പോഴത്തേക്ക് ഏതായിരുന്നു, കീറ്റോൺ ആയിരുന്നു. കീറ്റോണായിട്ട് വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏതാണ്, ബി ആണ് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്ലോറിനേഷൻ ഓഫ് ടൊളുവീൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ്, ലൈറ്റ് ആൻഡ് ഹീറ്റ് ഫോളോ ദ ട്രീറ്റ്മെൻറ്റ് വിത്ത് അക്വസ് NaOH ഗീസ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ടൊളുവീൻ ഉണ്ട്. ടൊളുവീൻ നമ്മൾ എന്ത് ചെയ്യും, ക്ലോറിനേഷൻ നടത്തും. ആ കിട്ടുന്ന കോമ്പൗണ്ട് നമ്മൾ എന്തുമായിട്ട് റിയാക്ട് ചെയ്യും, NaOH റിയാക്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കതിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ടൊളുവീൻ എടുക്കും. അപ്പോൾ ടൊളുവീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബെൻസീൻ റിങ്ങിൻ്റെ അടുത്ത് ആരുണ്ടായിരുന്നു, CH3 ഗ്രൂപ്പ് വരുന്നതാണ് ടൊളുവീൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ക്ലോറിനേഷൻ നടത്തും ഇൻ ദ പ്രസൻസ് ഓഫ് HNO. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ബെൻസീൻ റിങ് ഉണ്ട്. ആ CH3 കാർബൺ മാത്രം വന്ന് ബാക്കി എല്ലാ ഹൈഡ്രജനും പോയിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും, CCl3 അവിടെ ഫോം ചെയ്തു. ഇനി ഈ കോമ്പൗണ്ടിനെയാണ് നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നത്, ഒരു അക്വസ് NaOH നമ്മൾ റിയാക്ട് ചെയ്യും. അപ്പോൾ അക്വസ് NaOH നമ്മൾ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് അവിടെ എന്ത് ചെയ്യാം, ഫോം ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ് വരുന്നത്, ബെൻസീൻ റിങ് ഉണ്ട്, പിന്നെ ഏതാണ് വരുന്നത്, C ബ്രാക്കറ്റിനകത്ത് ഏതാണ്, OH ത്രൈസ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഏത് ഇൻ്റർമീഡിയറ്റ്. ഇവനെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വാട്ടർ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്ത് പോകും. ഇപ്പോൾ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് കിട്ടുന്ന മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ഫോം ചെയ്യും, ബെൻസീൻ റിങ്ങിൻ്റെ അടുത്ത് ഏത് വരാം, COOH ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏതാണ്, ബെൻസോയിക് ആസിഡാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഓപ്ഷൻ ഏതാണ്, ഡി ആണ് വരുന്ന ആൻസർ. അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഈസ് മോസ്റ്റ് റിയാക്റ്റീവ് ടു ദി കണ്ടീഷൻ ഇൻഡിക്കേറ്റഡ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് ആലോചിച്ച് വേണം ആ ക്വസ്റ്റ്യൻ അവിടെ നോക്കാനായിട്ട്. അപ്പോഴത്തേക്ക്
ആദ്യം ഓരോന്നും 2 പെയറുണ്ട്. അതിൽ റിയാക്ട് ചെയ്യുന്ന ആരുമായിട്ടാണ് KOH മെത്തനോള്, രണ്ടാമത് NaNH2 അമോണിയ. ഇത് 2 പെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഈച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഈസ് മോസ്റ്റ് റിയാക്റ്റീവ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ എയും സിയും, അടുത്ത ഓപ്ഷനിൽ എന്ന് പറയുമ്പോഴത്തേക്ക് BC AD, അങ്ങനെ 4 ഓപ്ഷനുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇൻ ദ ഫസ്റ്റ് കേസ് ഓഫ് റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതാണ് നമ്മൾ നോക്കുമ്പോൾ KOH വരുമ്പോഴത്തേക്ക് ഈ 2 റിയാക്ഷൻ ഏത് സൈഡ് ചെയിൻ ഓക്സിഡേഷൻ. അപ്പോൾ ഇൻ ദ ഫസ്റ്റ് കേസ് ഓഫ് ദി റിയാക്ഷൻ ഗീസ് ഏതാണ് സൈഡ് ചെയിൻ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റ് എന്ന് വിച്ച് ഈസ് ഈസിയർ ഇൻ ഏതാണ് A. KOH റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് സൈഡ് ചെയിൻ റിയാക്ഷൻ നടക്കുന്ന ചാൻസ് ഏറ്റവും കൂടുതൽ വരുന്ന ആർക്കായിരിക്കും നമ്മൾ എടുക്കുന്ന Aക്കാണ്. അടുത്ത കേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇൻ ദ സെക്കൻഡ് കേസ് ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഏതാണ് ബെൻസൈൻ മെക്കാനിസം ഫോർ ഏതാണ് ഓർത്തോ ആൻഡ് പാരാപ്പോ അല്ലെങ്കിൽ ഓർത്തോ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ഏതാണ് ക്ലോറിൻ. അപ്പോൾ ഇതിൽ സെക്കൻഡ് കേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ NaNH2 ഇൻ അമോണിയ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ നോക്കുന്ന ഏതാണ് ക്ലോറിൻ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഏത് പൊസിഷനിൽ വരുന്നത് നമ്മൾ എടുക്കുന്ന ഓർത്തോ പൊസിഷൻ നമുക്ക് അവിടെ നോക്കാം. ഇവിടെ ഈ കണ്ടീഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ചാൻസ് ആയിട്ട് വരുന്ന റിയാക്ഷൻ നടക്കാൻ ഏറ്റവും കൂടെ പോസിബിൾ എന്ന് പറയുന്നത് എവിടെയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന Aക്കും പിന്നെ നോക്കുമ്പോഴത്തേക്ക് Cക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ എക്സ്പ്ലനേഷൻ വരുമ്പോഴത്തേക്ക് എന്താണ് ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുമ്പോൾ അതായത് എയും ബിയും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് സൈഡ് ചെയിൻ അപ്പോൾ KOH ആണ് ആഡ് ചെയ്യുന്നത്. KOH ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാൻ ഏറ്റവും ഈസിയാണ് ഫസ്റ്റ് കോമ്പൗണ്ടിൽ. അതേസമയം സെക്കൻഡ് കേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബെൻസീൻ മെക്കാനിസം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ CH3 കൊണ്ട് ക്ലോറിൻ. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റിയാക്ഷൻ വിൽ പ്രൊസീഡ് എന്ന ബെൻസൈൽ മെക്കാനിസം ഫോർ ഏതായിരിക്കും ഓർത്തോ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ഏതാണ് ക്ലോറിൻ. അപ്പോൾ ക്ലോറിൻ്റെ പൊസിഷൻ വെച്ച് നമ്മൾ ഓർത്തോ പൊസിഷൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്തുണ്ട് ഹൈഡ്രജൻ ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കവിടെ റിയാക്ഷൻ നമുക്ക് നടക്കാം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ ഏതാണ് Aയും Cയും ആണ് വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദ വീക്കസ്റ്റ് കാർബൺ ക്ലോറിൻ ബോണ്ട്. അപ്പോൾ ഇതിൽ കാർബൺ ക്ലോറിൻ ബോണ്ട് ഏറ്റവും വീക്ക് ആയതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഫസ്റ്റിൽ കാർബണും ക്ലോറിനും തമ്മിൽ ഡബിൾ ബോണ്ട്, സെക്കൻഡ് കേസിൽ ഏതാണ് കാർബണും ക്ലോറിനും തമ്മിൽ ഈ ബോണ്ടിലാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ന്യൂക്ലിയർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹാലജൻ ഹാസ് ഏതാണ് ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരാം. അപ്പോൾ ഈ ന്യൂക്ലിയർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ടിൽ വരുമ്പോഴത്തേക്ക് അതായത് ബാക്കി 4 കേസിൽ അതായത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് ഓപ്ഷൻ എയിലും ബിയിലും ഡിയിലും ഈ ഇരിക്കുന്ന ക്ലോറിൻ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് എവിടെ കമ്പൈൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ബെൻസീൻ റിങ്ങിൽ. പക്ഷേ നമ്മൾ ഈ ഓപ്ഷൻ സി ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ക്ലോറിൻ എവിടെയാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് ബെൻസീൻ റിങ്ങിന് ശേഷമുള്ള CH2-ലാണ് ആരിയിരിക്കുന്നത് ക്ലോറിൻ. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ന്യൂക്ലിയർ സബ്സ്റ്റിറ്റ്യൂട്ട് ഹാലജൻ എന്തുവാണ് ബാക്കിയുള്ളവർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ക്യാരക്ടർ വരും ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും. പക്ഷേ ഇവിടെ എന്ത് വരത്തില്ല ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരാത്തത് കാരണം ഈ ഇരിക്കുന്ന ക്ലോറിൻ എന്ന് പറയുന്ന ഏതായിരിക്കും എന്ന് പറഞ്ഞാൽ വീക്ക് ബോണ്ടായിരിക്കും. അപ്പം നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് ഏതാണ് ഓപ്ഷൻ സി ആണ് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ട് ഫാസ്റ്റ് റേറ്റ് വിത്ത് CH3OK ഇൻ CH3OH. അപ്പോൾ ഈ റിയാക്ഷനിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് നടക്കുന്ന ഏത് കോമ്പൗണ്ടായിട്ടാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോഴത്തേക്ക് എല്ലാ ബോണ്ടിലും ഏതുണ്ട് ഒരു CF ബോണ്ടുണ്ട്. അപ്പോൾ ദ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഏതാണ് നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വീക്കർ ദാൻ ആരായിരിക്കും CF ബോണ്ട്. കാരണം എന്ന് പറയുമ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആൻഡ് റെസനൻസ് എഫക്റ്റ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനിൽ ഇവിടെ ഏതുണ്ട് ഒരു CF ബോണ്ട്, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് CF ബോണ്ട് പിന്നെ ഏതാണ് CNO2 ബോണ്ടും ഉണ്ടാകാം. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദ ഇലക്ട്രോൺ വിഡ്രോയിങ് നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വീക്കർ ദെൻ എന്താണ് ദ CF ബോണ്ടീസ് ഏതാണ് ബോണ്ടഡ് ബൈ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആൻഡ് റെസനൻസ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ റിയാക്ഷൻ എന്ന് പറയുന്നത് വേഗം നടക്കാൻ ചാൻസ് എന്ന് പറയുന്ന ഏർക്കായിരിക്കും ഫസ്റ്റ് ഓപ്ഷനിൽ CF മാത്രമേ ഉള്ളൂ, സെക്കൻഡിൽ 2 നൈട്രോ ഗ്രൂപ്പ്, ഓപ്ഷൻ ഡിയിൽ എത്ര ഗ്രൂപ്പ് NO2. പക്ഷേ സി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എത്ര NO2 ഗ്രൂപ്പ് വരുന്നുണ്ട് 3 NO2 ഗ്രൂപ്പ്. ഇത് കാരണം അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ റിയാക്ഷൻ വേഗം നടക്കാൻ ചാൻസ് എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ
ഡിക്കാണ് ആൻസർ. ഓക്കെ, അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തുവാണ് റീസൺ വരുമ്പോഴത്തേക്ക് ദ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻ ടു ഏതാണ് ഇൻ നൈട്രോ ഗ്രൂപ്പ്സ് വീക്കൻ ദെൻ സി ഓഫ് ബോണ്ട് എന്നാണ് ഈസ് ബോണ്ട് ബൈ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആൻഡ് റെസനൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാസ്റ്റ് ഡീബ്രോമിനേറ്റഡ്, ഇപ്പോൾ ഫാസ്റ്റ് ഡീബ്രോമിനേറ്റഡ് റിയാക്ഷൻ നടക്കുന്നതാണ് നമുക്ക് വേഗം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെയും എന്താണ് ഓപ്ഷൻ ഡി ആണ് വരുന്ന ആൻസർ. കാരണം ഇറ്റ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ മോർ സ്റ്റേബിൾ ആരോമാറ്റിക് എന്താണ് കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യും. ഇതിൽ വേഗം എന്ത് ചെയ്യും, ഈ നമ്മളെടുക്കുന്ന സി എന്ന് പറയുന്ന കോമ്പൗണ്ടിന്, അതായത് ഇപ്പോൾ ഇവിടെ ബി ആർ ഉണ്ട്, ഇതാണ് നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട്, ഇവൻ വേഗം എന്ത് ചെയ്യും, ബ്രോമിനേറ്റ് നടക്കുമ്പോഴത്തേക്ക് എന്ത് ഫോം ചെയ്യും, ഒരു സ്റ്റേബിളായ ഫോം ചെയ്യും, ഒരു ബെൻസീൻ അവിടെ എന്ത് ചെയ്യാം, ഫോം ചെയ്യാം. അപ്പം ഇത് കാരണം വേഗം റിയാക്ഷൻ നടക്കാൻ ചാൻസ് എന്ന് പറയുന്നതായിരിക്കും ഓപ്ഷൻ സിക്കാണ് ആൻസർ. അപ്പം ഈ എടുക്കുന്ന ഓപ്ഷൻ സി കാരണം, ഡീബ്രോമിനേഷൻ കാരണം എന്താണ് ഫോർമേഷൻ ഓഫ് മോർ സ്റ്റേബിൾ കോമ്പൗണ്ട് ഫോം ചെയ്യും, ആരോമാറ്റിക് കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യും. പക്ഷെ ബാക്കിയുള്ളതിൽ എന്ത് ഫോം ചെയ്യില്ല, ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് അവിടെ എന്ത് ചെയ്യത്തില്ല, ഫോം ചെയ്ത് ഇല്ല. അപ്പോഴത്തേക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ബെൻസീനാണ്. ബെൻസീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ്, സ്റ്റേബിളായ കോമ്പൗണ്ട്. കാരണം നമ്മൾ ഓപ്ഷൻ വന്നു, സി വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. അപ്പോൾ അടുത്ത റിയാക്ഷൻ നമുക്ക് എഴുതി നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ക്ലോറോ ബെൻസീൻ ഉണ്ട്, അവിടെ നമ്മൾ എന്ത് ചെയ്യും, റിയാക്ഷൻ എഴുതി നോക്കുമ്പോഴത്തേക്ക് ക്ലോറോ ബെൻസീൻ, ഇവിടെ നമ്മൾ CH3 ടോയ്സ് NLI ആയിട്ട് റിയാക്റ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബെൻസീൻ റിങ്ങിൽ എന്ത് ഫോം ചെയ്യുമെന്ന് അറിയാമോ, NCH3 ടോയ്സ് എന്ന് പറയുന്ന കോമ്പൗണ്ട് അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അതായത് NN ഡൈമീത്തൈൽ അനിലീൻ അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അപ്പം നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ റിയാക്ഷൻ നമുക്ക് എഴുതി നോക്കുമ്പോൾ നമ്മളെടുത്ത് ആരായിരുന്നു, ക്ലോറോ ബെൻസീൻ എടുക്കുന്നു. അപ്പം ക്ലോറോ ബെൻസീൻ, ഈ ക്ലോറോ ബെൻസീനെയാണ് നമ്മൾ ആദ്യമായിട്ട് റിയാക്ട് ചെയ്യുന്നത് CH3 ടോയ്സ് NLI ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ CH3 ടോയ്സ് NLI എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അവിടെ LI ഉണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ലിഥിയം, പിന്നെ എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഡൈമീഥൈൽ. അപ്പോൾ കോമ്പൗണ്ട് ആരാണ്, ലിഥിയം ഡൈമീഥൈൽ, പിന്നെ ഏതാണ് ഡൈമീഥൈൽ അമൈഡ് അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യുക. അതാണ് CH3 ടോയ്സ് NI. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റിയാക്ഷനിൽ കിട്ടുന്ന കോമ്പൗണ്ട് നമ്മൾ പറഞ്ഞു, NN ഡൈമീഥൈൽ അനിലീൻ അവിടെ എന്ത് ചെയ്യാം, ഫോം ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ വേണമെങ്കിൽ ഇക്വേഷൻ നോക്കാം. ക്ലോറോ ബെൻസീൻ CH3 ടോയ്സ് NLI എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുത്തു. അവിടെ നമ്മൾ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരുന്നു കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബെൻസീൻ റിങ് ഉണ്ട്. ആ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിലെന്ന് പറയുമ്പോഴത്തേക്ക് എന്തവിടെ ഫോം ചെയ്യും, NCH3 ടോയ്സ് അവിടെ ഫോം ചെയ്യും. പക്ഷേ റിയാക്ഷൻ നടക്കുന്ന ആരുടെ പ്രസൻസിലാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് CH3 NHൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ ഈ കിട്ടിയ കോമ്പൗണ്ട് പേരെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, NN ഡൈമീഥൈൽ അനിലീൻ. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ A ആണ് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു കോമ്പൗണ്ടിൽ നമ്മളിവിടെ ആരെ ആഡ് ചെയ്യുന്നു, HBr ആഡ് ചെയ്യുന്നു. അപ്പം അവിടെ പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് നമ്മൾ എന്ത് റിയാക്ഷൻ നടത്തുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏത് പ്രോഡക്റ്റ് അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യുമെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പം പെറോക്സൈഡ് ആഡ് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്, ഒരു ആൻറ്റി മാർക്കോണി റൂൾ ഓഫ് അഡീഷനാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, അഡീഷൻ പ്രോഡക്റ്റ് ഈസ് ഫൗണ്ട് ബൈ ഏതാണ്, ആൻറ്റി മാർക്കോണി റൂൾ. അപ്പം ഈ കേസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്, ഓപ്ഷൻ ഡി നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ എ വരത്തില്ല. കാരണം നമ്മൾ ഡബിൾ ബോണ്ടഡ് കാർബൺ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാൻ. അപ്പം ഇവിടെ ഡബിൾ ബോണ്ടഡ് കാർബൺ ഉണ്ട്,
ഇവിടെയും ഡബിൾ ബോണ്ടഡ് കാർബൺ. അപ്പോൾ നമ്മൾ HBr ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് Br എവിടെ പോകും? കാർബൺ ഡബിൾ ബോണ്ടഡിലാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. ആൻറ്റി മാർക്കോണിയുടെ ആകുമ്പോഴത്തേക്ക് എവിടെ പോകും? മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളിടത്ത് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന റൂൾ ഏതാണ്? നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൻറ്റി മാർക്കോണിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. അത് കാരണം ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പം റിയാക്ഷനിൽ ഏതാണ്? പെറോക്സൈഡ് വരുന്നതുകൊണ്ട് ആൻറ്റി മാർക്കോണി ആണ്. അപ്പം ആൻറ്റി മാർക്കോണി അനുസരിച്ച് നെഗറ്റീവ് പാർട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ രണ്ടാണ് HBrൽ Br മൈനസ് എവിടെ പോകും? കാർബൺ ഡബിൾ ബോണ്ടിൽ മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളിടത്താണ് പോകുന്നത്. അപ്പം മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ എവിടെയാണ്? നമ്മൾ സിയിലും സിയിലും. അപ്പോൾ പ്രോഡക്റ്റ് ഉറപ്പായിട്ടും ഏതായിരിക്കും നമ്മൾ എടുക്കുന്ന? ഓപ്ഷൻ ഡി ആണ് വരുന്ന ഏത് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഐഡൻറ്റിഫൈ ദ പ്രോഡക്റ്റ് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. അപ്പം ഒരു അടുത്ത റിയാക്ഷനിൽ നമുക്ക് കിട്ടുന്ന ഏത് പ്രോഡക്റ്റാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ തന്നെ എഴുതി നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് CH3 അപ്പം ഓർത്തോക്ലോറോട്ടൊളുവീൻ എടുത്തു. അപ്പോൾ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? NaNH2 ഇൻ ഏതാണ്? അമോണിയ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ബെൻസീൻ റിങ്ങിൻ്റെ അടുത്ത് CH3 തന്നെ ഉണ്ടാകും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ബോണ്ട് ഫോം ചെയ്യും? ഒരു ട്രിപ്പിൾ ബോണ്ട് അവിടെ എന്ത് ചെയ്യാം? ഫോം ചെയ്യും. അതായത് ഒരു ബെൻസൈൻ ഡെറിവേറ്റീവ് അവിടെ ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്? ബെൻസീൻ റിങ് ഉണ്ട്, CH3 ഉണ്ട്, ഡബിൾ ബോണ്ട് ഇവിടെയും. പക്ഷേ ഇവിടെ റിയാക്ഷൻ നടന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും? ഒരു ബെൻസൈൻ ഡെറിവേറ്റീവ് അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. ഇനി അതിൽ നമ്മൾ അപ്പം നമുക്കവിടെ ഫോം ചെയ്ത് ബെൻസൈൽ ഡെറിവേറ്റീവ് ഉണ്ട്. ആ ബെൻസൈൽ ഡെറിവേറ്റീവിനെ അതായത് CH3 ഈ കോമൺ നമ്മൾ വീണ്ടും അവിടെ ആര് വരും? ഒരു NH2 മൈനസ് വരുമ്പോഴത്തേക്ക് രണ്ട് പ്രോഡക്റ്റ് അവിടെ എന്ത് ചെയ്യാം? ഫോം ചെയ്യാം. അപ്പം ഇവിടെ എന്ത് തന്നെയാണ്? CH3 ഗ്രൂപ്പ്. പക്ഷേ ഇവിടെ ഏത് ഗ്രൂപ്പ് വരും? NH2 ഗ്രൂപ്പ് വരും. അതുപോലെ അടുത്ത പ്രോഡക്റ്റും പാരയിലല്ല, പകരം വരുന്ന ഏതിലായിരിക്കും? മെറ്റാ പൊസിഷനിലാണ് എന്ത് വരുന്നത്? NH2 ഗ്രൂപ്പ് അവിടെ വരുന്നത്. അപ്പം നമുക്ക് ഒരു മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ് ഫോം ചെയ്തു. കിട്ടിയ പ്രോഡക്റ്റ് അപ്പോൾ ഏതായിരിക്കും? ഓർത്തോ മീഥൈൽ അനിലീൻ ആൻഡ് പിന്നെ ഏതാണ്? മെറ്റാ മീഥൈൽ അനിലീൻ. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏതാണ്? C ആണ് വരുന്ന ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റനിൽ ദ കറക്റ്റ് ഏതാണ് ഓർഡർ ഓഫ് റിയാക്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. RI ഉണ്ട്, RBr RCl സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ, പിന്നെ മീഥൈൽ എന്താണ് കാർബൺ ബ്രോമിൻ ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ ബോത്ത് ആർ കറക്റ്റ് ഉണ്ട്, നൺ ഈസ് കറക്റ്റും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ ഏതാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓർഡർ നമുക്ക് നോക്കുന്നു. സെക്കൻഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? ടെൻഡൻസി ടു ഫോം എലിമിനേഷൻ റിയാക്ഷൻ. അപ്പോൾ രണ്ട് കേസിലും ഏതാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോഴത്തേക്ക് അവിടെ ഏറ്റവും ചാൻസ് അവിടെ വരുന്ന ആർക്കായിരിക്കും? ഈ ബോണ്ട് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ആർക്കായിരിക്കും? CF, CCl, CBr, CA. അപ്പോൾ അവിടുത്തെ കേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തുവാണ്? CI ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായാലും വീക്ക് ആയിരിക്കും. ഇത് കാരണം നമ്മുടെ RI ഗ്രൂപ്പ് അല്ലെങ്കിൽ RI അല്ലെങ്കിൽ CI ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് വേഗം എന്ത് സംഭവിക്കും? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് എന്തുവാണ്? നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ബോണ്ട് എനർജി നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ബോണ്ട് എനർജി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആർക്കാണ്? CFനാണ് എന്തെന്ന് പറയുന്നത് കൂടുതൽ, പിന്നെ CCl, പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? CBr അല്ലേ, പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ആര് വരുന്നത്? നമ്മൾ എടുക്കുന്ന CIക്ക് അവിടെ വരുന്നത്. അപ്പം ഈ CIക്കാണ് ഏറ്റവും ബോണ്ട് എനർജി കൂടുതൽ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാൻ ഏറ്റവും ചാൻസ് എന്ന് പറയുന്ന ആർക്കായിരിക്കും? നമ്മൾ എടുക്കുന്ന CIക്ക്. ഓക്കെ, അപ്പം ഏത് കറക്റ്റായി? ഫസ്റ്റ് കറക്റ്റായി. ഇനി സെക്കൻഡ് നമുക്ക് നോക്കാം. ഇനി ഇവിടെ എന്താണ് ഫോം ചെയ്യുന്നത്? ഈ എടുക്കുന്ന പ്രൈമറിയും സെക്കൻഡറിയും ടെറിഷറി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? കാർബോണിയം അയോൺ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഈ കാർബോണിയം അയോൺ ഫോം ചെയ്യും. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ടെറിഷറി ആണ്. അപ്പോൾ ടെറിഷറി കാർബോണിയം അയോൺ ആണ് ഏതെന്ന് പറയുന്നത്? മോർ സ്റ്റേബിൾ. അപ്പം ആ കാർബോണിയം അയണിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തുവാണ്? ടെറിഷറി കാർബോണിയം അയോൺ ആണ് ഏത്? സ്റ്റേബിൾ. പിന്നെ ഏത്? സെക്കൻഡറി വരും, പിന്നെ പ്രൈമറി, പിന്നെ ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് വരുന്നത്? മീഥൈൽ അവിടെ വരാം. അപ്പം എലിമിനേഷൻ റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഹയസ്റ്റ് കാണിക്കുന്നത് ആർക്കായിരിക്കും? ടെറിഷറിക്കായിരിക്കും. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏത്? ബിയും അവിടെ എന്തുവാണ്? കറക്റ്റാണ്.
അപ്പോൾ ഓപ്ഷൻ ഏതാണ്? സി ആണ് വരുന്ന ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നമ്മൾ എന്ത് വെച്ച് കൺസിഡർ ചെയ്യും? ബോണ്ട് എനർജി. സെക്കൻഡ് കേസ് നമ്മൾ സ്റ്റെബിലിറ്റി ഓഫ് ഏതാണ്? കാർബോണിയം അയോൺ നമ്മൾ നോക്കും. ബോണ്ട് എനർജി ഏറ്റവും കുറവ് ആർക്കായിരിക്കും? CIക്കായിരിക്കും. അപ്പോഴത്തേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുക ഏറ്റവും ചാൻസ് ആർക്കാണ്? RIക്ക്. ഇനി സ്റ്റെബിലിറ്റി ഓഫ് കാർബൺ ആണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ടെർഷറിക്കാണ് കൂടുതൽ. അപ്പോഴത്തേക്ക് റിയാക്ഷൻ എന്തോ എലിമിനേഷൻ നടക്കാൻ ചാൻസ് അവിടെ ആർക്കായിരിക്കും? നമ്മൾ എടുക്കുന്ന ആർക്ക്? ടെർഷറിക്ക്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏതൊന്ന്? സി ആണ് വരുന്ന ആൻസർ. നോക്കാം. എ ഈസ് ആൻ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആൽക്കൈൽ ക്ലോറൈഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആൽക്കൈൽ ക്ലോറൈഡ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ അറിയേണ്ട കാര്യം എന്താണ് ഒരു ഒപ്റ്റിക്കലി എന്താണ് ഇനാക്റ്റീവ് കോമ്പൗണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് മേ ഓർ മേ നോട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കൈറാൻ ഓർ അസിമെട്രിക് കാർബൺ ആറ്റം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒപ്റ്റിക്കലി ആക്റ്റീവ് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ എനി എന്താണ് എലമെൻറ്റ് ഓഫ് സിമെട്രി. ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി എന്താണ് ആക്സിസ് ഓർ എനി പ്ലെയിൻ ഓഫ് സിമെട്രി. അങ്ങനെയുള്ള കോമ്പൗണ്ടാണ് ഏതെന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് നമ്മൾ +1 നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ എ കോമ്പൗണ്ട് ഇൻകേപ്പബിൾ ഓഫ് ഏതാണ്? ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഈസ് സെഡ് ടു ബി ഏതാണ്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് കോമ്പൗണ്ട്. അപ്പം അതിൽ ഓൾ പ്യുവർ ഏതാണ്? അക്കൈറൽ കോമ്പൗണ്ട്സ് ആർ ഏതാണ്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഉണ്ട് വിച്ച് ഓൺ എന്താണ് റിയാക്ഷൻ വിത്ത് ഏതാണ്? അക്യൂസ് KOH ഗീവ്സ് ഏതാണ്? ഒരു B എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടും. ആ Bയെ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രോഡക്റ്റ് C എന്ന് പറയുന്ന കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യും. അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കുന്ന കോമ്പൗണ്ടിൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയതിന് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം എടുത്ത് KOH റിയാക്റ്റ് അവിടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് വരുന്ന ആൻസർ നമുക്ക് ആദ്യം പറയാം. ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ C ആണ് വരുന്ന ആൻസർ. അപ്പോൾ C വെച്ച് നമുക്ക് എഴുതി നോക്കാം. ഏതാണ്? Me3CCl. അപ്പോൾ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? KOH റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? Me3COH അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. അതായത് ടെർഷറി ആൽക്കഹോൾ അവിടെ ഫോം ചെയ്തു. അവ നമ്മൾ കോപ്പർ പൗഡറുമായിട്ട് റിയാക്ട് ചെയ്തു. കോപ്പർ പൗഡർ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് CH3C ഡബിൾ ബോണ്ട് എന്തുവാണ്? CH2 എന്ന് പറയുന്ന കോമ്പൗണ്ട് അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ആരുണ്ട്? ഒരു CH3 ഗ്രൂപ്പും വരുന്നുണ്ട്. ഇതാണ് നമ്മൾ നടക്കുന്ന ഏതെന്ന് പറയുന്നത്? റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് വരുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ C ആണ്. കാരണം നമ്മൾ എടുത്തത് റിയാക്റ്റൻ്റ് ആയിട്ട് എടുത്ത Me3CCl കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? Me2CCH2 എന്ന് പറയുന്ന കോമ്പൗണ്ട് അവിടെ എന്ത് ചെയ്തു? നമുക്ക് അവിടെ ഫോം ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഹൗ മെനി ഐസോമെട്രിക് നാഫ്തലമൈൻസ് ആർ എക്സ്പെക്റ്റഡ് ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി നോക്കുമ്പോഴത്തേക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ എന്താണ്? ബെൻസീൻ, പിന്നെ ഇവിടെ എന്തുവാണ്? ബോണ്ട്, ഇവിടെയും ഇവിടെ ട്രിപ്പിൾ ബോണ്ട് അവിടെ ഫോം ചെയ്തു. ഇനി ഇതിനെയാണ് നമ്മൾ എന്തുമായിട്ട് വീണ്ടും അപ്പോൾ നമുക്ക് ഇവിടെ ഇക്വേഷൻ എഴുതി നോക്കാം. ഇക്വേഷൻ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ എഴുതാം. കിട്ടുമ്പോഴത്തേക്ക് എന്താണ്? ബെൻസീൻ ഡബിൾ ബോണ്ട് കൊണ്ട് പിന്നെ ഇവിടെ എന്താണ് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെയും ഡബിൾ ബോണ്ട്, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ട്രിപ്പിൾ ബോണ്ട് അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. ഇനി ഇതിലോട്ടാണ് നമ്മൾ ആരെ ആഡ് ചെയ്യാൻ പോകുന്നത്? ഒരു NH2- അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ എന്ത് ഫോം ചെയ്യാം? ഈ NH2 കമ്പൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എഴുതിയ പ്രോഡക്റ്റിൽ ഏതായിരുന്നു വന്നത്? ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ അടുത്ത റിങ്ങിൽ എവിടെയൊക്കെയായിരുന്നു ബോണ്ട് ഉണ്ടായിരുന്നത്? നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ പൊസിഷനിലും ഈ പൊസിഷൻ ഡബിൾ ബോണ്ട്, ഇവിടെ ഏതായിരുന്നു? ട്രിപ്പിൾ ബോണ്ട്. അപ്പം ഇനി നമ്മൾ ആരെ ആഡ് ചെയ്യാൻ പോകുന്നത്? NH2- അവിടെ ആഡ് ചെയ്യുമ്പോൾ ഈ NH2+ വരുന്ന ഏതൊക്കെ പൊസിഷനിലായിരിക്കും? നമ്മുടെ ഈ ഇരിക്കുന്ന പൊസിഷനിലും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക്
ഇവിടെ ആയിരിക്കും. എവിടെയാണോ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായിരുന്നത് അവിടെ ആയിരിക്കും ഏത് ഗ്രൂപ്പ് വരാൻ ചാൻസ്? ഈ പറഞ്ഞ NH2 ഗ്രൂപ്പ് വരാൻ ചാൻസ്. അത് കാരണം കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അപ്പം ഇവിടെ എന്ത് വന്നു? ഒരു NH2 ഗ്രൂപ്പ്, ഇവിടെയും എന്തുവാണ്? NH2 ഗ്രൂപ്പ് അവിടെ വരും. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? 2 പ്രോഡക്ട്സ് നമുക്ക് അവിടെ എന്ത് ചെയ്തു? ഫോം ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് NO2 പ്ലസ് വിൽ അറ്റാക്ക് അറ്റ് M പൊസിഷൻ, അതായത് മെറ്റാ പൊസിഷനാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഗ്രൂപ്പുണ്ട്? CCl3 ഗ്രൂപ്പുണ്ട്, NO2 ഗ്രൂപ്പുണ്ട്, പിന്നെ ഏത് ഗ്രൂപ്പുണ്ട്? NH3 ഗ്രൂപ്പുണ്ട്. അപ്പം ഇതിൽ ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് NO2 പ്ലസ് വിൽ അറ്റാക്ക് ദി M പൊസിഷൻ. ഇനി ഈ ഇരിക്കുന്ന CCl3യും പിന്നെ ഏതൊക്കെയാണ് പറഞ്ഞത്? NO2 ഗ്രൂപ്പും പിന്നെ NH3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്? മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പം ഇത് കാരണം പ്രോഡക്റ്റ് എവിടെയാണ് വരാൻ ചാൻസ്? നമ്മളെടുക്കുന്ന ഫസ്റ്റിലും വരാം, പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഏതിലും വരാം, സെക്കൻഡിലും വരാം, പിന്നെ നോക്കുമ്പോഴത്തേക്ക് തേർഡിലും. കാരണം ഇവരെന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്? മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? ഓപ്ഷൻ A ആണ് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ പഠിച്ച തിയറിയുടെ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ലെക്ചർ 1 കണ്ടതെന്ന് പറയുമ്പോൾ ഹാലോ ആൽക്കെയിൻ്റെ പ്രിപ്പറേഷൻ ആയിരുന്നു. ലെക്ചർ 2 നമ്മൾ കണ്ടതായിരുന്നു ഹാലോ ആൽക്കെയിൻ്റെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും കണ്ടു. ലെക്ചർ 3 നമ്മൾ കണ്ടതായിരുന്നു അരയിൽ ഹാലൈഡ് എന്താണെന്ന് കണ്ടു, അതിൻ്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. ലെക്ചർ 4 നമ്മൾ കണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? പോളി ഹാലജൻ കോമ്പൗണ്ട്സ്. അതിനുശേഷം നമ്മൾ കണ്ടത് ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ ബേസ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് നമ്മൾ രണ്ടാമത്തെ സെക്ഷനാണ് ക്വസ്റ്റ്യൻസ് എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ടെക്സ്റ്റ് ബുക്കും നമ്മളുടെ ഓരോ ലെക്ചർ 1 കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഈസി ആയിരിക്കും. നമ്മൾ ഓരോ ലെക്ചറും ചെയ്തതിൻ്റെ ആപ്ലിക്കേഷനും അതിൻ്റെ കൂടെ കുറച്ചുകൂടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിച്ചു പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാവുന്നതാണ്. ഓക്കെ.